തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഒരു മിന്നൽ പരിശോധന നടത്തി. ആ മിന്നൽ പരിശോധന ഇടിമിന്നൽ പോലെ മാറി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ആശുപത്രിയിലായിരുന്നു പരിശോധന നടത്തിയത്. അവിടെ കൃത്യവും വ്യക്തമായ നടപടിയെടുക്കുന്നു. ജനങ്ങൾക്ക് വേണ്ട സേവനം നൽകാത്ത ആൾക്കാരെ മുഴുവൻ പുറത്താക്കുന്നു. ഇതൊക്കെയാണ് നടക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ വിജയുടെ സിനിമകളിൽ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ രംഗം. പക്ഷേ ഇതിപ്പോൾ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയ് വൻ മാസാവുകയാണ്. ഓരോ ദിവസവും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നടപടികൾ എടുക്കുന്നു. അതിനനുസരിച്ച് ഭരണം കൊണ്ടുപോകുന്നു. ഇത് ഒരു സിനിമാറ്റിക് എഫക്റ്റിന് വേണ്ടി ചെയ്യുന്നതാണോ അതോ ശരിക്കും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന ഉദ്ദേശത്തിലാണോ ചെയ്യുന്നത്? അല്ല, ഇതെന്ന് പറയുന്നത് ശരിക്കും അവിടുത്തെ ഒരു സർക്കാർ ആശുപത്രിയിൽ അവിടെ വന്ന ചികിത്സയ്ക്കായി വന്നിട്ടുള്ള ഒരു സ്ത്രീ ഒരു വീഡിയോ എടുത്ത് ഇടുകയാണ് ചെയ്യുന്നത്. വീഡിയോ ഇടുക എന്ന് പറയുമ്പോൾ ഇവിടെ കൃത്യമായി നമുക്ക് ആഹാരമില്ല, നമുക്ക് കൃത്യസമയത്ത് ആഹാരം നൽകുന്നില്ല, അതുപോലെ തന്നെ സൗകര്യങ്ങളൊന്നുമില്ല, ഒരു ആശുപത്രിയുടേതായിട്ടുള്ള പ്രാഥമിക സൗകര്യങ്ങളില്ല. പിന്നീടുള്ളൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാർ എന്തെങ്കിലും ഇപ്പോൾ ആവശ്യം പറയുകയാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്നു എന്നുള്ളതാണ്. ചെയ്തു കൊടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം. ഈ ഒരു അവസ്ഥ ഇവർ മൊബൈലിൽ വീഡിയോ ചിത്രീകരിച്ചിരുന്നു. ഇത് അത്യാവശ്യം വൈറലാവുന്നുണ്ട്. വൈറലായതിനു ശേഷം സാധാരണ മുഖ്യമന്ത്രിയൊക്കെ ഒരു സന്ദർശനം നടത്തുമ്പോൾ നമുക്കറിയാമല്ലോ, പ്രത്യേക അറിയിപ്പ് നടത്തി ഇതാ മുഖ്യമന്ത്രി ഇൻസ്പെക്ഷന് വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം പെട്ടെന്ന് കയറി വരുന്നു. അവിടേക്ക് സന്ദർശനം മിന്നൽ പരിശോധന തന്നെയാണ്. നേരിട്ട് വാർഡിലേക്ക് കയറി ചെന്ന് ഓരോ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചതിന് ശേഷം ചെയ്യുന്നത് കൈക്കൂലി വാങ്ങിച്ച ജീവനക്കാരെ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല, പറഞ്ഞു വിട്ടു. ആ ഒരു രീതിയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് പലരും ഇനിയിപ്പോൾ നിയമസഭയൊക്കെ കൂടുന്ന സമയത്ത് ഉദയനിധി സ്റ്റാലിൻ പലപ്പോഴും ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ്, ഇദ്ദേഹം മുഴുവൻ സിനിമ സ്റ്റൈലാണ്, സിനിമ വീണ്ടും ആവർത്തിക്കുകയാണ്. പക്ഷേ എന്താണ് ഈ സിനിമ എന്ന് പറയുന്നത്? സിനിമയിൽ വിജയിലെ ഓരോ കഥാപാത്രങ്ങളും ചെയ്യുന്ന ഒരു കാര്യങ്ങളുടെ അടിയിൽ എപ്പോഴും വരുന്നൊരു കമൻ്റാണ്, ഓ ഇങ്ങനെ ഒരു ഭരണാധികാരി ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ആലോചിക്കുന്ന മനുഷ്യർ അത് തന്നെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് പിന്നെ ഇത് സിനിമയാണ്, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് വിജയ് ചെയ്തു കൊടുക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ സാധാരണ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരിക്കും ചെല്ലുക. ഇവിടെ നമ്മൾ മിന്നൽ പരിശോധനയൊക്കെ കണ്ടിട്ടുണ്ട്. വീണ ജോർജിന്റെ മിന്നൽ പരിശോധനയൊക്കെ അത്യാവശ്യം നല്ല ഫേമസ് ആയിരുന്നു, നല്ല പ്രസിദ്ധമായിരുന്നു. പെട്ടെന്ന് കയറി ചെല്ലുന്നു, ഓ ഇവിടെ മരുന്നുകളൊന്നുമില്ല, സർക്കാർ ആശുപത്രിയിൽ മരുന്നുകളില്ല, ഏറ്റവും മോശം ചികിത്സയാണ് എന്ന് ആരോഗ്യമന്ത്രി കണ്ടുപിടിച്ച് പറയുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അത്തരം രീതിക്കപ്പുറത്തേക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അവിടെ മിന്നൽ പരിശോധന നടത്തുമ്പോഴാണ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഇത് ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പ്രതിബദ്ധതയല്ല, അതിൻ്റെ അപ്പുറത്തേക്കും പറഞ്ഞ വാക്ക് പാലിക്കുന്നു. ജനങ്ങൾ എന്താവശ്യപ്പെട്ടാലും ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ആവശ്യത്തിന് വിജയം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷയം. ഇനിയിപ്പോൾ ആ ആശുപത്രി ഏറ്റവും മികച്ചതായില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടിയെത്തുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പറയില്ല ഇതിന്റെ വകുപ്പ് മന്ത്രി എവിടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എവിടെ, ഇത് തിരിഞ്ഞു നോക്കിയില്ലല്ലോ, അങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നില്ല. അതാണ് വിഷയം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ പ്രധാന ഒരു ഹർജി ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളെ മാനസികപരമായി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. മാനസികമായി സ്വാധീനിച്ച് ജയിച്ചു. അദ്ദേഹത്തിന്റെ വിജയം അസാധുവാക്കണം എന്ന രീതിയിലൊക്കെ ഒരു ഹർജി ഇതിന് മുൻപ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വലിയ കാര്യമൊന്നും ആയിട്ടില്ല. വീണ്ടും ഹർജി നിലനിൽക്കുന്ന കാര്യമല്ലോ, വീണ്ടും കുട്ടികളല്ലോ വോട്ട് ഹർജി ചെയ്തത്, കൊടുത്തു. 18 വയസ്സ് കഴിഞ്ഞവരല്ലേ. കുട്ടികൾ അവിടുത്തെ അപ്പൂപ്പനെയും അമ്മൂമ്മയും അമ്മയൊക്കെ ഭീഷണിപ്പെടുത്തി വിജയ് അണ്ണയ്ക്ക് തന്നെ വോട്ട് കൊടുക്കണം അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് വിജയ് ജയിച്ചത്. ഇതൊക്കെ എത്തരത്തിലാ പറയുന്നതെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ അന്ന് വടകരയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായ സമയത്ത് ഷാഫി പറമ്പിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഈ ചെറിയ പിള്ളേരോടാണ് കൂടുതലായിട്ട് സംസാരിച്ചത്. അന്ന് ശൈലജ ടീച്ചറിന്റെ ഒക്കെ ആൾക്കാർ പറഞ്ഞാണ്, ഇയാൾ ഈ വോട്ടില്ലാത്ത ചെറിയ ആൾക്കാരോട് പോയി സംസാരിച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, വോട്ടുള്ളവരോട് സംസാരിച്ചല്ലേ വോട്ട് വീഴത്തുള്ളൂ, ഞങ്ങൾ സംസാരിക്കുന്നത് വോട്ടേഴ്സിനോടാണ്, ഇയാൾ സംസാരിക്കുന്ന ഇയാളുടെ റാലിയിൽ മുഴുവൻ ഉള്ളത് ചെറിയ കുട്ടികളാണ്. അപ്പോൾ വീണ്ടും ഇവിടെ അങ്ങനെ പറയാലോ, കുട്ടികളെ സ്വാധീനിച്ചുകൊണ്ടാണ് ഷാഫി ജയിച്ചിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ വെറുതെയാണ്. കുട്ടികളെ സംബന്ധിച്ച് മറ്റൊരു കാര്യം, വിജയ് കയറിയതിനു ശേഷം നമ്മൾ കണ്ടതാണ് കുട്ടികൾക്ക് ചിക്കനും മട്ടനും ഒക്കെ കൊടുക്കുന്ന ഒരു രീതി, ജയിലിലേക്കുള്ളത് കട്ട് ചെയ്യുന്നത്. ഇതൊക്കെ എന്താ ചെയ്തു കഴിഞ്ഞാലും ഈ സിനിമ സ്റ്റൈലെന്ന് ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇത് അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് വിജയ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഒരു മാസമായിട്ട് വന്ന് 2 പ്രസംഗം നടത്തി പോകുന്ന രീതിയല്ല. തനിക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ താൻ ഇവിടെ തമിഴ്നാടിന്റെ ഒരു സർക്കാർ രൂപീകരിക്കുകയാണ്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുമ്പോൾ താൻ മുഖ്യമന്ത്രിയായി വരികയാണ് എങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്കായി ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു വിഷൻ വിജയ്ക്കുണ്ടായിരുന്നു.
അതനുസരിച്ചാണ് അദ്ദേഹം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മുഖ്യമന്ത്രി അല്ല പോവേണ്ടത്, ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് പോവേണ്ടതെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. തന്റെ മുന്നിലേക്ക് ഒരു കാര്യം എത്തിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അവിടെ എത്താനുള്ള ഒരു ആർജവമുണ്ട്. ഇനി ആ പ്രോട്ടോക്കോളിന്റെ അപ്പുറത്തേക്കും ജനങ്ങളോടൊപ്പം നിൽക്കാനുള്ള ഒരു സ്ഥിതി. അന്ന് ഇപ്പോൾ ആ ഒരു ഇത് വീഡിയോയിലൊക്കെ കാണാൻ പറ്റും. ഇദ്ദേഹം ഈ ഓരോ രോഗികളെയും പോയി ചേർത്ത് പിടിക്കുന്നത്. ചിലപ്പോഴൊക്കെ ചിലർ വിചാരിക്കും ഇനി ഇവർക്ക് എന്ത് രോഗമാണ്? അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല. അതിന്റെ അപ്പുറത്തേക്കും ആ ഒരു സമയത്ത് ഒരു നല്ല മുഖ്യമന്ത്രിയെ നമുക്ക് അതിനകത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ ചേർത്ത് നിർത്താൻ സാധിക്കുന്ന ഒരു ആ ഒരു മുഖമാണ് നമുക്കവിടെ കാണുന്നത്. അങ്ങനെ ഒരു അതിന്റെ അടിയിലൊക്കെ ഒരുപാട് ആളുകൾ പല സംസ്ഥാനങ്ങളിലേക്ക് മുഖ്യമന്ത്രിമാരെയൊക്കെ മെൻഷൻ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇവിടുത്തെ വി.ഡി. സതീശനൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ ഇനി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിനെ വെറുതെ വിടുന്നത്. അങ്ങനെ അത് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലായിടത്തെയും ജനങ്ങൾ അത്തരം ഒരു ജനപ്രതിനിധി ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് വിജയുടെ ഓരോ പ്രവൃത്തിയും കാണുമ്പോൾ. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള പരിചിതമായിട്ടുള്ള സിനിമാ രംഗങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇത് സിനിമയാണോ? അത് വിജയുടെ സിനിമയിലെ തന്നെ രംഗങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ പലപ്പോഴും ഇദ്ദേഹം ഇത് അഭിനയിക്കുകയാണോ എന്നൊക്കെ ആൾക്കാർ അതൊക്കെ വിമർശകരാണ് പറയുന്നത്. പക്ഷെ അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇടപെടുന്ന ഓരോ പ്രവൃത്തിയും അവർക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. ഇതിനു മുൻപ് അവിടുത്തെ ഒരു 5 വയസ്സുകാരിയെ റേപ്പ് ചെയ്ത സമയത്ത് പ്രസ് മീറ്റ് കൂടിയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരിരുന്ന് പൊട്ടിച്ചിരിച്ച ഒരു രംഗം ഉണ്ടായിരുന്നല്ലോ. അന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ അവിടുത്തെ മുഖ്യമന്ത്രി? പക്ഷെ അതിന് ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് അവരെ സസ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്ന ഒരു ശക്തനായ മുഖ്യമന്ത്രി തന്നെയാണ് വിജയ് എന്ന് പറയുന്നത്. അത് ജയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രസംഗങ്ങളിൽ മാത്രമല്ല, അദ്ദേഹം ഇടപെടുന്ന ഓരോ വകുപ്പുകളിലാണെങ്കിൽ പോലും ഇനി ഒരു കറപ്ഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത രീതിയിലാണ് വിജയ് കൊണ്ടുപോകുന്നത്. കാരണം അതിൽ നിന്ന് അയാൾക്കൊന്നും ലഭിക്കാനില്ല, കൈയിട്ട് വാരാനില്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഒരു ക്ലീൻ അല്ല, അതിന്റെ ഷീറ്റ്. ആവശ്യമില്ല എന്നുള്ളതാണ്. അതെ, ആ ഒരു ആവശ്യമില്ല വിജയ്ക്ക് ഇഷ്ടംപോലെ എന്നുള്ളത്. പൈസ ഉണ്ട്. പൈസയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കക്കേണ്ടതില്ല. പൈസ ഉം. ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ പ്രശസ്തിയാണെങ്കിലും അതുമുണ്ട്. ആരാധക വൃന്ദമുണ്ട്. അപ്പോൾ എല്ലാം ചെയ്യുന്നതിൽ ഒരു ആത്മാർത്ഥത കാണാനുള്ള സാധാരണ ഒരു ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം നന്നായിട്ട് ചെയ്യേണ്ട എല്ലാ സാധ്യതകളും മുന്നിലുണ്ട്. പിന്നെ ഇതിനപ്പുറത്തേക്ക് പൈസയ്ക്ക് ആവശ്യമുള്ള ആളുമല്ലല്ലോ. അയാൾ ഉം. എന്ത് വിചാരിച്ചാലാണ് നടക്കാത്തത്? ഒന്ന് ആലോചിച്ച് ഉം. നോക്കൂ. വിജയ് വിചാരിക്കുകയാണ് വലിയൊരു ജെറ്റ് വേണം, സ്വന്തമായിട്ട് പ്രൈവറ്റ് ജെറ്റ് വേണം. അത് ഉണ്ടാക്കാനുള്ള ആസ്തിയും ഉണ്ടല്ലോ കയ്യിൽ. പിന്നെ അതിനപ്പുറത്തേക്കുള്ള പൈസ ഉണ്ട്. അപ്പോൾ അല്ല, അല്ലെങ്കിൽ ഇനി അയാൾക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു സിനിമ അഭിനയിക്കാൻ പോയാൽ മതി. ആ അതെ, സിനിമ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ 100 കോടി കിട്ടാനുള്ള അത്രയും ഒരു സ്റ്റാർ വാല്യൂ ഉള്ള മനുഷ്യനാണ് അതെ. വിജയ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലൊന്നും തന്നെ വിജയ്ക്ക് ഈ പറയുന്ന അഴിമതി നടത്തേണ്ടി വരും എന്ന് തോന്നുന്നില്ല. പക്ഷേ അധികാരം ശരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതൊരു കാര്യവും കൂടെ അവിടെ എപ്പോഴും ഓഡിറ്റ് ചെയ്യപ്പെടും. അത് വിജയ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അധികാരത്തെ ഇപ്പോഴും ആൾക്കാരിൽ ദുസ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ഉപകരണമായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഇല്ലെങ്കിൽ മറ്റൊരാൾ എടുക്കുന്ന തീരുമാനത്തെ വിലയിരുത്താൻ വലിയ എളുപ്പമാണ്. മറ്റൊരാൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്താം. പക്ഷേ സ്വയം ഒരു കാര്യം പൂർണ്ണമായിട്ടും വിലയിരുത്തി ശരിയോ തെറ്റോ എന്നുള്ള രീതി കണ്ടുപിടിക്കാൻ വലിയ പാടായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മനുഷ്യൻ്റെ ന്യൂനതയാണ് എന്നുള്ളതാണ്. ഈ അപ്പോൾ വിജയ് മുഖ്യമന്ത്രി ആയതിനു ശേഷം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മാസം അല്ല, സംശയമില്ല. മാസിന്റെ അപ്പുറത്തേക്കും അവിടുത്തെ മക്കൾക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രി ചെയ്ത തെറ്റാണ് എന്ന് പറയാൻ പറ്റാത്ത തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. എന്ത് തീരുമാനങ്ങളാണെങ്കിലും അത് അങ്ങനെയാണ് പക്ഷേ എടുക്കുന്നത്. അതിനകത്തൊരു വലിയ കാര്യം ആലോചിക്കേണ്ടതുണ്ടേ. ഇപ്പോൾ വിജയ് ഈ ജയിൽ കുറ്റവാളികൾക്കൊക്കെ കഞ്ഞിയും പയറും ആക്കിയിട്ട് സ്കൂളിൽ ഉം. ഇറച്ചി, മീൻ, മുട്ട ഒക്കെ ആക്കി. പക്ഷെ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് അങ്ങനെയൊന്നും, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല? നമ്മുടെ പ്രവർത്തകരല്ലേ അകത്ത് കിടക്കുന്നത്. ആ അത് നമുക്ക് മാത്രവുമല്ല, വേണ്ടി പണിയെടുത്ത ആളുകൾ. ലോക്കപ്പിൽ ചെയ്തിരിക്കുന്ന പ്രതികളായിട്ടുള്ളവർക്കുള്ള സ്വാധീന ശക്തി എത്രത്തോളമാണെന്ന് അതിൽ നിന്ന് മനസ്സിലാവും. ചെന്നിത്തലയ്ക്കും വി.ഡി. സതീശനും അടക്കം ഭയമാണ് ഈ ജയിലിൽ കിടക്കുന്ന ജയിൽ പുള്ളികളെ. അതുകൊണ്ട് അവരുടെ ഈ പറയുന്ന സുഖലോലുപതയുള്ള ഭക്ഷണമൊന്നും വെട്ടിക്കുറയ്ക്കാൻ അവർ ധൈര്യപ്പെടില്ല. അതാണ് അതിൻ്റെ അകത്തെ വാസ്തവം. അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. തമിഴ്നാട്ടിലെ വിജയ്ക്ക് ചെയ്യാമെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ജയിൽ പുള്ളികൾക്ക് ഇനി മുതൽ കഞ്ഞിയും പയറും മാത്രം. ആഴ്ച ഒരു ദിവസം വേണമെങ്കിൽ ഒരു തോരനോ ഒരു അവിയലോ കൊടുത്തോ, വേറെ ഒന്നും പറ്റില്ല. നോൺ വെജ് ഒന്നുമില്ല, സാത്വിക് ഫുഡ് മാത്രം കൊടുക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? ഇവിടെ അവർക്ക് പേടിയാണ്. പക്ഷേ ആ കാര്യത്തിലൊക്കെ വിജയെ ബഹുമാനിക്കണം. ബഹുമാനിക്കുക മാത്രമല്ല, വിജയോട് അതിൻ്റെ ഒരു ഒരു റെസ്പെക്റ്റും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ തീരുമാനങ്ങളോട് ഇപ്പോൾ ആതിരെ പറഞ്ഞ ഈ വാർത്തയോടുമൊക്കെ വളരെയധികം ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്.